എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. വളരെ കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നൊരു സീരീസാണ് ഈ ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റാണ്. 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിനുശേഷം ഉത്തരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളും മാക്സിമം റീകലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ സെഷനും മുഴുവനും കറണ്ട് അഫയേഴ്സാണ്. അൾട്രാസാറ്റ് എന്ന പേരിൽ ടെലിസ്കോപ്പ് നിർമ്മിച്ച രാജ്യം ഏതാണ്? ആദ്യത്തെ ചോദ്യം, അൾട്രാസാറ്റ് എന്ന പേരിൽ ടെലിസ്കോപ്പ് നിർമ്മിച്ച രാജ്യം ഏത്? രണ്ടാമത്തെ ചോദ്യം, നാഷണൽ യൂത്ത് പാർലമെൻറ്റിൻ്റെ 4ാം പതിപ്പിന് വേദിയാകുന്ന സ്ഥലം ഏതാണ്? അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഏതാണ്? നാഷണൽ യൂത്ത് പാർലമെൻറ്റിൻ്റെ 4ാം പതിപ്പിന് വേദിയാകുന്ന സ്ഥലം UT ബാർ സംസ്ഥാനം ഏതാണ്? സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് രൂപം നൽകിയ ഏതൊക്കെ രാജ്യങ്ങളാണ്? സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പരിപാടി, ഒരു സ്കീം തുടങ്ങിയത് ഏതൊക്കെ രാജ്യങ്ങളാണ്? നാലാമത്തെ ചോദ്യം, ഈ വർഷത്തെ ഇറാനി ട്രോഫി ജേതാക്കൾ ആരാണ്? ഈ വർഷത്തെ ഇറാനി ട്രോഫി ജേതാക്കൾ ആര്? 5, HUID എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. HUID എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ HUID എന്ന് പറയുന്നത്? 6, 76ാം സന്തോഷ് ട്രോഫി ജേതാക്കളാണ്. 76ാമത്തെ സന്തോഷ് ട്രോഫി ജേതാക്കൾ ആര്? 7ാമത്തെ ചോദ്യം, അടുത്തിടെ രാജിവെച്ച മേഘാലയ മുഖ്യമന്ത്രിയുടെ പേരെന്ത്? ആദ്യ ബോഡോലാൻഡ് അന്താരാഷ്ട്ര വിജ്ഞാന ഉത്സവം നടക്കുന്നത് എവിടെ വെച്ചാണ്? ആദ്യ ബോഡോലാൻഡ് അന്താരാഷ്ട്ര വിജ്ഞാനോത്സവം നടക്കുന്നത് എവിടെ വെച്ചാണ്? 9ാമത്തെ ചോദ്യം, ഈ വർഷത്തെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ഈ വർഷത്തെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 10, ഫ്രീഡം ഷീൽഡ് എന്ന സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഫ്രീഡം ഷീൽഡ് എന്ന സംയുക്ത സൈനിക അഭ്യാസം, ഇതൊരു മിലിറ്ററി എക്സസൈസാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഫ്രീഡം ഷീൽഡ് എന്ന മിലിറ്ററി എക്സസൈസ് നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് 10 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് നോക്കാം. ആദ്യത്തേത്, അൾട്രാസാറ്റ് എന്ന പേരിൽ ടെലിസ്കോപ്പ് നിർമ്മിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ഇത് മുന്നേ നമ്മൾ കറണ്ട് അഫയേഴ്സ് സെഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അൾട്രാസാറ്റ് എന്ന പേരിൽ ടെലിസ്കോപ്പ് നിർമ്മിച്ച രാജ്യം ഇസ്രായേലാണ്. രണ്ടാമത്തെ ചോദ്യം, നാഷണൽ യൂത്ത് പാർലമെൻറ്റിൻ്റെ 4ാം പതിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ഏത് സ്ഥലമാണ്? ന്യൂഡൽഹിയാണ് നാഷണൽ യൂത്ത് പാർലമെൻറ്റിൻ്റെ 4th എഡിഷന് വേദിയാവുന്നത്. സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് രൂപം നൽകിയ ഏതൊക്കെ രാജ്യങ്ങളാണ്? സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് രൂപം നൽകിയത് ഇന്ത്യയും ഇറ്റലിയാണ്. ഇന്ത്യ ആൻഡ് ഇറ്റലിയാണ് സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജിന് രൂപം നൽകിയത്. ഈ വർഷത്തെ ഇറാനി ട്രോഫി ജേതാക്കൾ ആരാണ്? റെസ്റ്റ് ഓഫ് ഇന്ത്യ. ഈ വർഷത്തെ ഇറാനി ട്രോഫി ജേതാക്കൾ ആരാണ്? റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. HUID എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്വർണ്ണാഭരണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കാൻ ഒരുങ്ങുന്ന യുണീക്ക് ID, ഹോൾമാർക്ക് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ് പേര്. HUID എന്താണ്? ഹോൾമാർക്ക് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ. സ്വർണ്ണാഭരണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കാൻ ഒരുങ്ങുന്ന യുണീക്ക് ID ആണ് ഹോൾമാർക്ക് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അഥവാ HUID എന്ന് പറയുന്നത്. 76ാം സന്തോഷ് ട്രോഫി ജേതാക്കൾ ആര്? കർണാടകയാണ് 76ാം സന്തോഷ് ട്രോഫി ജേതാക്കൾ. ഏത് സംസ്ഥാനമാണ്? കർണാടക. അടുത്തിടെ രാജിവെച്ച മേഘാലയ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? കോൺറാഡ് സാങ്മയാണ് അടുത്തിടെ രാജിവെച്ച മേഘാലയ മുഖ്യമന്ത്രി. ആദ്യ ബോഡോലാൻഡ് അന്താരാഷ്ട്ര വിജ്ഞാനോത്സവം നടക്കുന്നത് എവിടെ വെച്ചാണ്? ആസാമിലാണ് ആദ്യ ബോഡോലാൻഡ് അന്താരാഷ്ട്ര വിജ്ഞാനോത്സവം നടക്കുന്നത്. 9ാമത്തെ ചോദ്യം, ഈ വർഷത്തെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം, തീം എന്താണ്? പാർട്ട്ണർഷിപ്പ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഈ വർഷത്തെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഫ്രീഡം ഷീൽഡ് എന്ന സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഫ്രീഡം ഷീൽഡ് എന്ന സംയുക്ത സൈനിക അഭ്യാസം, അതായത് മിലിറ്ററി എക്സസൈസ് ആണ് ഫ്രീഡം ഷീൽഡ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? US-ഉം അതുപോലെ തന്നെ സൗത്ത് കൊറിയ, ദക്ഷിണ കൊറിയയാണ്. USA ആൻഡ് സൗത്ത് കൊറിയ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡെയിലി ടെസ്റ്റിലെ 10 ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ എത്രയാണ് കട്ട് ഓഫ് വേണ്ടത്? 7 തന്നെ ഇന്ന് വെക്കാം. കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നവർക്ക് ഈസി ആയിരിക്കും, അല്ലാത്തവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നും. കാരണം മുഴുവനും കറണ്ട് അഫയേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 ഔട്ട് ഓഫ് 10 ഇന്നത്തെ കട്ട് ഓഫ്. എല്ലാവർക്കും നമസ്കാരം. ബൈ, ടേക്ക് കെയർ.